ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ഞങ്ങളുടെ ഒരുക്കങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അത് ഞങ്ങളിത് തലേ ദിവസം തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം കറക്റ്റ് ഓരോരോ പാത്രങ്ങളിലും കലങ്ങളിലൊക്കെ ആക്കി വെച്ചിട്ട് ഇത് തിരളിക്ക് മണ്ടപ്പൂറ്റിനുള്ള മാവൊക്കെ വീടിന് പുറത്ത് തന്നെ അടുപ്പ് കൂട്ടിയിട്ട് വറുത്ത് അത് തണുപ്പിച്ച് മാറ്റി വയ്ക്കും. ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കിടന്നത്. രാവിലെ തന്നെ ഞങ്ങൾ നേരെ പൊങ്കാലയ്ക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം വീട്ടിൻ്റെ അടുത്തല്ല ഇരിക്കുന്നത്, കുറച്ച് ദൂരോട്ട് മാറിയാണ് ഇരിക്കുന്നത്. ഇവിടെ രേവുട്ടിക്ക് താലപ്പൊലി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് ലളിതേച്ചിയും കുടുംബമുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങോട്ട് കുറച്ച് ദൂരെ വന്നിട്ടുണ്ട്. ഞങ്ങളിത് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കല്ലൊക്കെ കൂട്ടി പൊങ്കാലയുടെ കലങ്ങളിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് തിരളിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ തിരളി എല്ലാവരും കൂടെ നിന്നിട്ട് തന്നെ റെഡിയാക്കി വെക്കും. പിന്നെ 10:15 നമ്മുടെ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ രേവുട്ടീനെയും കൊണ്ട് ഞാനും ചേച്ചി റെഡിയാക്കിയിട്ട് താലപ്പൊലിക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താ ഏകദേശം എല്ലാവരുടെ പൊങ്കാലയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞങ്ങളിതാ താലപ്പൊലിക്ക് പോകുന്നതിന് മുമ്പുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവുകയാണ്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം വരെ താലപ്പൊലിയുണ്ട്. പിന്നെ ഈ തീ കത്തിക്കുന്ന സമയമാകുമ്പം കുറച്ച് ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നോക്കിയിട്ടാണ് ഞങ്ങളിതാ താലപ്പൊലിക്ക് പോയത്. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള തിരക്കാണ് കേട്ടോ. ഒരുപാട് തിരക്കില്ല, എന്നാലും റോഡൊക്കെ നല്ല ക്ലിയറാണ്, വണ്ടികൾ പോകാനൊക്കെ ആയിട്ടേ. താലപ്പൊലിക്ക് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ടോക്കണൊക്കെ നേരത്തെ എടുത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞങ്ങൾ താലപ്പൊലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരും പൊങ്കാലയൊക്കെ ഇട്ട് പിന്നെ കറങ്ങാനൊക്കെ പോയി ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ 3:15 1:15 പൊങ്കാല അടുപ്പ് നിവേദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം എന്താ കാത്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ സൈഡിൽ കുറച്ച് ലേറ്റായിട്ടാണ് നിവേദിച്ചത്. അപ്പോൾ അതാ നമ്മൾ പോറ്റിയൊക്കെ കാത്ത് നിൽക്കുകയാണ്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ പോറ്റിയൊക്കെ വന്നത്. പിന്നെ ഞങ്ങളിതാ നിവേദിച്ചിട്ട് തിരിച്ചു പോകാനുള്ള യാത്രയിലാണ്. കുറച്ച് ക്ഷീണിച്ചിട്ടൊക്കെ അവിടെയൊക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ പോയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. താങ്ക് യു.